നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ചിലർക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ആ ചിലർക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ സെൽഫി എടുക്കുന്നവർ നെഗറ്റീവായിട്ടല്ലല്ലോ കാണുന്നത്, മനസ്സിലായി. ചിലർ മാത്രം നമ്മൾ സെൽഫി എടുക്കുമ്പോൾ തന്നെ പകുതി മുഖമായിട്ട് സെൽഫി എടുക്കുമ്പോൾ അവർക്ക് നെഗറ്റീവ് അടിപ്പിക്കുന്നുണ്ട്, മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞ ചിലർക്കെന്ന് പറഞ്ഞു ആൾക്കാർ തോന്നുന്നതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലായി. നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്ന ജീവിച്ചാൽ പോലെ, ഈ മേഖലയിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ പോലെ, മനസ്സിലായോ. അപ്പോൾ നമ്മളെക്കാളും മോശമായെന്ന് പറഞ്ഞാൽ റിവ്യൂവിൽ എന്തും വെട്ടിത്തുറന്നും പറയാമെന്ന് കാണിക്കുന്ന ആൾക്കാരാണ് അശ്വിൻ ഗോക്കും ശശാം സീക്രട്ട് ട്രെയിനൊക്കെ. അവരൊക്കെ ഈ റിവ്യൂ കൊണ്ട് അവരുടെ ചാനൽ മോണിറ്ററൈസ് ആണ്, അതുകൊണ്ട് തന്നെ അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. നമ്മളെക്കാളും ഫെയിമും നല്ല മാന്യമായിട്ടുള്ള അറ്റൻഷനും ഉണ്ട്. പിന്നെ ഈ പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്കും ഉണ്ട്, അവരുടെ കമൻറ്റ് ബോക്സും അവർ നോക്കാറില്ല. സ്വയമല്ലല്ലോ നമ്മൾ പറയുന്നതല്ല, അത് ഓരോരോ മീഡിയക്കാരെ എഴുതി വെക്കുന്ന ഓരോ കാര്യങ്ങൾ അത് നമ്മൾ തന്നെ പറയുന്നില്ല. പിന്നെ നമ്മളത് റീച്ചിന് വേണ്ടി നമ്മൾ പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഞാൻ സ്വയമേ പറയാറില്ല. പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ഇവരെ കാണുന്ന RTX-ലാണ്. ഞാൻ നിറം സിനിമയിൽ മുതലേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സിനിമാ മേഖലയിൽ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ലെന്ന് വെച്ച് കുറച്ച് പൈസ മുടക്കി ആക്ടിംഗ് ലാബിൽ പോയി പഠിച്ചിറങ്ങിയതാണ്. അപ്പം കുറേ അപമാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം കുറേ സിനിമാക്കാരുടെ ഡ്രൈവറായിട്ട് പോയി സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ച് അവരെ വണ്ടി ഓടിക്കാൻ പോയി, അവരുടെ ജോലിക്ക് പറയണ ജോലിയൊക്കെ ചെയ്ത്, പക്ഷെ അവർ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യൂല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവരുടെ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റി. പക്ഷേ അവർക്ക് എന്നോട് പറയാനൊരു പ്രയാസം, ചാൻസ് തരാമെന്ന് പറഞ്ഞ് കുറേ പേര് പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർമാർക്കായാലും ഡയറക്ടർമാർക്കായാലും ഒരുപാട് പേർക്ക് എന്നെ അറിയാം. കാര്യം അവരുടെ ഡ്രൈവറായിട്ട് പോയി. കാര്യം അവരോടൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് നിങ്ങളുടെ സിനിമയിൽ നായകനാക്കണ്ട, ഈ ഇന്നസെന്റ് കൊച്ചനീഫ അങ്ങനത്തെ റോളുകളൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. അല്ലാണ്ട് എനിക്ക് നായകനാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ കോമഡി സാധനങ്ങൾ ചെയ്യാനായിട്ടാണ് താല്പര്യം. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മളൊരു ചായക്കടക്കാരൻ്റെ റോളായാലും മതി. കാര്യം ഞാൻ ഈ നിറം സിനിമ മുതൽ തുടങ്ങിയതാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ നമുക്കറിയാലോ എന്തോരോ ആഗ്രഹം ഉണ്ടായിട്ടാണ് ഇതിനകത്തേക്ക് നിൽക്കുന്നത്. അധികം പഠിക്കാനും പോയിട്ടില്ല. പിന്നെ ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. കാര്യം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ പൈസയൊന്നും അധികം കിട്ടില്ല. കാര്യം കോർഡിനേറ്റർമാർ നമുക്ക് തരൂല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്ത വർക്കിന് വിളിക്കൂല. പിന്നെ തരുന്നത് 550 രൂപ 6:30 മണി മുതൽ നിന്ന് രാത്രി 9 വരെ നിൽക്കണേ. പക്ഷേ അത് കഴിഞ്ഞിട്ട് രാത്രി ഓട്ടോഷോ ഓടിച്ചാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇവൻ. ഇങ്ങനെ ആറട്ടെണ്ണൻ്റെ കൂടെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനാണ് എന്നെ ഇതിനകത്തേക്ക് കയറ്റി വന്നപ്പോൾ ഞാനിപ്പോൾ ഇവൻ്റെ കൂടെ നിന്നുകൊണ്ട് അത്യാവശ്യം വൈറലായി. ഒരു നല്ലൊരു വേഷം സിനിമയിൽ കിട്ടി. തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ സിനിമ അതിപ്പോൾ അടുത്ത് തന്നെ ഡബിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ റിലീസിൻ്റെ കാര്യത്തിൻ്റെ ഓട്ടത്തിലാണ് ഡയറക്ടർ വിനയ്. ഈ ആറാട്ടണ്ണനുമായിട്ട് ഒരുപാട് വീഡിയോസ് അലിംബസിന്റെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിയായിട്ടുള്ള റിലേഷനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പുള്ളിയും ഇതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പബ്ലിസിറ്റി വാങ്ങിക്കുന്നത്. നെഗറ്റീവായിട്ട് കാര്യങ്ങളല്ല, പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും നെഗറ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ്. നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടിമാരുടെ മറ്റേ കൈ കൊടുക്കാൻ പോകുന്ന സംഭവമായിരിക്കും. ഞാനും ഇഷ്ടമാണ് അതായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ്. കൈ കൊടുക്കുന്നത് ഓരോ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അവർ തിരിച്ച് ഇങ്ങനെ കൈ കാണിച്ചാൽ കൈ കൊടുക്കുക, അല്ലാണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ കൈ കൊടുക്കുക, അത് തെറ്റാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞു നേരെ കൈ കൊടുക്കുന്നില്ല. കൈ കൊടുക്കുന്നത് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നു. സാനിയപ്പന്റെ ഇഷ്യൂസിൽ അല്ലെങ്കിൽ സംഭവിച്ച ഞാനൊരു ഇത്രയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത്രയും സിസ്റ്റങ്ങളാണെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ചത്. അപ്പോൾ അവൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയി. അതിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഗോസിപ്പ് ഉണ്ടാക്കി. ആ ഒരു സാനിയ ഈയപ്പൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അത്യാവശ്യം സിനിമയിൽ നല്ല രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആ ഒരു സാധനം വാർത്തയാകാൻ കാരണം. ആ നീലക്കൂലൊക്കെ കാരണം വാർത്തയായി. എന്താ പറയുക, അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം നമ്മൾ സന്തോഷ് വർക്കിയായിട്ട് പരിചയമുള്ളതുകൊണ്ടേ പുള്ളിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, സിനിമാ നടിമാരായിട്ടുള്ള കോണ്ടാക്ട്സ്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് പുള്ളി ചോദിച്ചിട്ടില്ല. പുള്ളി മറ്റേ ഒരു ദിവസം രാത്രി നമ്മൾ പുള്ളിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തപ്പോൾ നമ്മൾ കൂട്ടം കൂടി ഇങ്ങനെ ചെസ്സൊക്കെ കളിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ നമ്പർ വേണമെന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പം നമ്പർ മേടിച്ചു. ആ സമയത്തൊന്നും വിളിച്ചില്ല കേട്ടോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് മീഡിയ പ്രസൻസിലാണ് നമുക്ക് 3 വരെ വിളിച്ചത്. അപ്പോൾ എന്താ പറയുക, അനർക്കി മലക്കാരനെ വിളിച്ചൊന്നും എടുത്തില്ല. പിന്നെ അനുസരിച്ചാൽ വിളിച്ചപ്പോൾ എടുത്തു. നമ്മൾ പറഞ്ഞ രാമൻ്റെ എന്തോട്ടം കൊള്ളാമല്ലാണ്ട് അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രണയിക്കാനോ അല്ല അവരെ മറ്റേ മോശം കണ്ടി നോക്കിയിട്ടല്ല. പക്ഷേ മീഡിയക്കാർ അതിനെ വേറെ രീതിയിലൊക്കെ വളച്ചൊടിച്ച് കമന്റിലൊക്കെ നടന്മാരുടെ കുറവാണ്, പക്ഷെ നടിമാരുടെ കൂടുതൽ. പക്ഷെ ആ പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല. ഞാൻ കാര്യം വിളിക്കാനും ഞാനൊരു കാര്യം പറയട്ടെ, ഇവര് ചെയ്യണ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഈ നടിമാരെ വിളിക്കുക, ഇവര് പോയിട്ട് കൈ കൊടുക്കുക. എന്റെ ഒരു വീഡിയോയിൽ പറയട്ടെ, എന്റെ ഏത് വീഡിയോ ചെന്നാലും ഞാനൊരു സെൽഫി എടുത്തിട്ട് പോലും അല്ല പറയട്ടെ. പക്ഷെ ഇവര് കാണിക്കുന്ന പോലെ ഓടിച്ചെന്ന് കൈ കൊടുക്കാൻ ആ ഒരു വീഡിയോയിലും ഇല്ല. ചെന്നിട്ടൊരു സെൽഫി എടുക്കും. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചോദിക്കും അവരോട്, സെൽഫി എടുത്തോട്ടെ,
എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹമുള്ള നമ്മ അവരുടെ പടം കാണണല്ലേ, 150 രൂപ കൊടുത്ത് നമ്മൾ അവരുടെ സിനിമ കാണണേണ്, നമുക്കൊരു സെൽഫി എടുക്കാനുള്ള അവകാശമില്ലേ പറയട്ടെ. അപ്പൊ ഇവര് ചെയ്യണ പോലെ നമ്മൾ ഓടിച്ചെന്നിട്ട് കയ്യെന്ന് അങ്ങനത്തെ പരിപാടി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഈ മറ്റേ പരിപാടി ഇല്ലേ, അത് ഫോൺ വിളിക്കല്, അതിലും ഞാനില്ല. കാരണം ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. കാരണം എനിക്ക് സിനിമയിൽ എങ്ങനെയും കയറണം, അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കൂല. അതെ അതെ അതെ. അല്ല അതുകൊണ്ടല്ല മെയിനായിട്ട് സിനിമാക്കാർ കാണണം. ഇപ്പൊ എത്ര പേര് വീഡിയോ കാണുന്നുണ്ട് ഇവരുടെ, മനസ്സിലായ? അല്ലാതെ അലിൻ ജോസിലൂടെ നടക്കുന്ന മെയിനായിട്ട് നമ്മളെ സിനിമാക്കാർ കണ്ട് ഒരു ഇവരൊരു സീൻ കൊടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇവന്റെ കൂടെ നടക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറെ ലെവലെത്തിപ്പ പിന്നെ വന്നില്ലേ, വരുന്നുണ്ട്. 3 സിനിമ ചെയ്ത് പക്ഷെ വലിയ വലിയ റോളല്ലെങ്കിലും നല്ല രീതിയിൽ നമ്മളിപ്പോ ഈ പുള്ളി പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചോട് തുടങ്ങിയതായിരുന്നു. 40-40 സിനിമകളിലെ മുഖം കാണിച്ചിട്ടും ഒരു 10-15 സിനിമകളിലായിട്ടാണ് മുഖം ഫേസ് റിവീൽ ആയത്. അതിൽ RDX, തല്ലിമാല 2 സിനിമകളിലാണ് ട്രോൾ വന്നത്. ഫേസ് വന്നപ്പോഴേ തല്ലിമാലയിൽ തൊവിനോട് തല്ലാൻ നിൽക്കണായിട്ടൊക്കെ അത് ട്രോൾ വന്നിരുന്നു. ഗുണ്ട ഞാൻ ഇവൻ മറ്റേ ക്രിക്കറ്റ് കളി സീനിൽ. അപ്പൊ ഇപ്പൊ ഈ അടുത്ത് ചെയ്ത ബാഡ് ബോയ്സ് മെയിനായിട്ട് രേഖാചിത്രത്തിലാണെന്നൊക്കെ ഇപ്പൊ കുറെ പേര് എടുത്ത് കണ്ട് ട്രോൾ ഇറങ്ങി. ആസിഫ് അലിയുടെ കൂടെ 4 ലക്ഷം. പിന്നെ പുണ്യാളൻ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെയാണ്, എന്ന് സ്വന്തം പുണ്യാളൻ. ആ സിനിമയിൽ നായികയുടെ പേര് അനശ്വരരാജൻ. വാങ്ങുന്ന സിനിമ ചെയ്തായിരുന്നു. അതിലാണ് ഇപ്പൊ പുള്ളിക്കാരത്തിലൂടെ ഒരുപാട് പടങ്ങളിൽ ജൂനിയർ വർക്ക് ചെയ്യുന്നുണ്ട്. ചില പടങ്ങളിൽ ഫേസ് റിവീൽ ഇപ്പൊ ഈ റിവ്യൂലൊക്കെ വന്നുകൊണ്ട് അതെടുത്ത് ട്രോൾ ചെയ്യുന്നു. അനശ്വരരാജന്റെ ആദ്യത്തെ പടം വാങ്ങുന്ന സിനിമയിലാണ് പുള്ളിക്കാരത്തിലൂടെ ഞാൻ ചെയ്യുന്നത്. റാഗിങ് സീൻ ഞാൻ പറയട്ടെ. അല്ല വേറൊരു കാര്യമുണ്ട്, നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമല്ല നല്ല പൈസ കൊടുത്ത് ഒരു നല്ലൊരു സ്ഥലത്ത് പോയി പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് ഉള്ളതാ. ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അല്ലടാ, അത് നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല, അഭിനയം എന്താണെന്ന് പഠിക്കണം. അല്ല റോളിന്റെ അല്ല, നമ്മളത് പഠിക്കണം. എപ്പോഴാണ് പറയാൻ പറ്റില്ല. നല്ലൊരു റോൾ കിട്ടി ഞാൻ ചെയ്ത് 2 ടേക്കിൽ എന്റെ പരിപാടി കഴിഞ്ഞു. ആ ടേക്ക് നീയാണ് 10 ടേക്ക് കഴിഞ്ഞാൽ നീ ശരിയാവൂല. അത് ചെയ്തെടുക്കാനുള്ള കൈയുടെ അഡ്രസ് ഉണ്ടാവണം. ബാഡ് ബോയ്സിലാണെങ്കിലും ഒരു 4-5 ടേക്ക് പോയി ആ സീനിൽ. ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നില്ല, എന്നാലും റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സീൻ ആയതുകൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്തു കറക്റ്റായിട്ട്. നമ്മള് 2 പേരും കൂടി ചെയ്തത് നാദിർഷാക്കാരുടെ ഒരു പടം ഉണ്ടല്ലോടാ, നീ മറ്റേ ഇടി പിടിക്കുന്നത് മറ്റേ പോലീസ് സ്റ്റേഷനിൽ. ഡയലോഗല്ല, ഇവൻ ഇടി പിടിക്കുമ്പോ ഞാൻ അതിനകത്തൊരു പെൺകുട്ടീനെ, ഞാൻ ഓട്ടോ ഡ്രൈവർ അതിനകത്ത്. കാര്യം ഞാൻ ഓട്ടോറിക്ഷയും കൊണ്ട് ചെല്ലുന്നതുകൊണ്ട് മിക്കവരും എന്നെ പിടിച്ച് ഓട്ടോ ഡ്രൈവർ ആക്കും, മനസ്സിലായേ? അതുകൊണ്ട് എന്റെ മിക്കവടത്തിൽ ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ്. ബോഡി ഗാർഡ് ഒരു പേര് മാത്രമാണ്, അല്ലാണ്ട് ഒറിജിനൽ ബോഡി ഗാർഡ് അല്ല. ഒരുമിച്ച് അഭിനയിച്ചിട്ടൊന്നുമില്ല, പക്ഷെ റീസെന്റ് അഭിനയിക്കാൻ പോകുന്നുണ്ട്. മറ്റേ നമ്മുടെ രാഘവന്റെ രാത്രി എന്നൊരു സിനിമ 1 മണിക്കൂറിന്റെ മൂവി ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ഒരു 1 ലൈൻ കേട്ട് വിനീതേട്ടന് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് 1 ലൈൻ പറഞ്ഞു കൊടുക്കാൻ അറിയാം. പെട്ടെന്നൊരു വില്ലനെസ് എങ്ങനെ കാണിക്കുന്നത് നീ പറയും, നീ കാണിച്ചു കൊടുക്കും പെട്ടെന്നൊരു വില്ലനെസ്. അതാണ് ഒരാളൊരു സാധനം പറയുമ്പോ ഞാനത് ചെയ്യുമ്പോ നിന്റെ മുഖത്ത് ഈ സാധനം വരണം, നിന്റെ മുഖത്ത് അത് വരുന്നില്ല. ഞാൻ പലിശക്കാരുടെ നീ മറ്റേ തട്ടി ഞാൻ നീ പലിശ കാശ് വിളിച്ചിട്ട് തരാൻ പറ്റണോ നിനക്ക്? അതേപോലെ ഞാൻ നിന്നോടൊന്ന് ചോദിക്കണേ, നീ എന്താണ് തരാത്തതെന്ന് ചോദിക്കണേ. ആ ചേട്ടാ എൻ്റെ തരാനില്ല, ആ സാധനം ചെയ്യാൻ പറ്റും. എന്താണ് മോനെ കുറെ നാളായല്ല നീ പൈസയൊക്കെ മേടിച്ചിട്ട് തരാത്തത്? എടാ നീ പാവപ്പെട്ടവരെ പോലെ ഇരിക്കണ പോട്ടാ. നീ എൻ്റെ പൈസ പലിശക്ക് മേടിച്ചേക്കണേ, ഞാനല്ലേ നിന്നോട് പൈസ ചോദിക്കണം. ചേട്ടാ എൻ്റെ തരാൻ ഇല്ല ചേട്ടാ, എന്റെ സാമ്പത്തികം അതാ. അതങ്ങനെ പറ, മനസ്സിലായി? പോയി പഠിച്ചായിട്ട് ഗുണം. എന്താണ് മോനെ എത്ര നാളായി കണ്ടിട്ട്? നീ എന്താണ് എന്നെ കാണുമ്പോൾ ഒളിച്ചു നടക്കണേണല്ലോ, എവിടെയാണ്? നീ ഓട്ടോറിക്ഷക്കാരനായോണ്ട് നിന്റെ വണ്ടിക്ക് ഫിനാൻസ് അടക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് നീ എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? 1.5 ലക്ഷം രൂപ. ആണോ? അതിന്റെ പലിശ എവിടെ? എനിക്ക് ഭാര്യക്ക് ആശുപത്രിയിൽ കൊണ്ട് ഈ കൈ കൊണ്ട് ഒരെണ്ണം തന്നാലല്ലേ നീ കിടന്ന് പെടക്കും. നീ എന്നോട് കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞ? തരാനല്ലേ പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തെ കുളിച്ചേട്ടൻ ഞാൻ പൈസ എത്തിച്ചോളാന്ന് പറഞ്ഞ പറഞ്ഞു. പൈസ എന്തിനാ? അടുത്ത ബുധനാഴ്ച. നീ കഴിഞ്ഞ ആഴ്ച തന്നെയാണോ പറഞ്ഞ? ഈ ബുധനാഴ്ച ഉറപ്പട്ടും തരാം. തന്നില്ലെങ്കിലാ? തന്നില്ലെങ്കിൽ വീട്ടിൽ കയറി അടിച്ചു. തന്നില്ലെങ്കിൽ വീട്ടിൽ കയറിയേ നിന്റെ പെണ്ണുമ്പിള്ള മക്കളെയില്ലേ അവര് മുമ്പിട്ട് നിന്നെ തല്ലും. അപ്പൊ അതിന്റെ വിഷമം നീ അറിയും കേട്ടാ. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യാ, വണ്ടിയുടെ താക്കോലും കേടാ. നിന്റെ താക്കോലേടാ ഒരു ഗ്യാരണ്ടിക്ക്. നീ വൈകുന്നേരം വണ്ടി എത്തിക്കോ വീട്ടിലേക്ക്. ശരിയെന്നാ. പട്ടീനെ തല്ലിയ പല്ലും കയറിയെന്ന് കാണാന്ന് പറഞ്ഞില്ലേ, നിന്നൊന്നും ചെയ്യണില്ലേ?
ഈ ഡാൻസ് കളിക്കുന്നത് കാണാമല്ലോ അലൻ ജോസ്, ആ സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടി. ആ ഈ പാട്ടൊക്കെ സ്വന്തമായിട്ട് എഴുതുന്നതാണോ ആരെങ്കിലും എഴുതി തന്നിട്ട് പാടിപ്പിക്കുന്നതാണോ? ആ ചില സോങ് ഒക്കെ അതിലൊക്കെ എഴുതി തരാറുണ്ട്, ചില നമ്മൾ തന്നെ ക്രിയേറ്റ് ആരാ ചെയ്യാം. എഴുതി തരുന്നത്? ഏ? ആരാ എഴുതി തരുന്നത്? ചിലത് ഓരോ വിശ്വസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എഴുതി തരാറുണ്ടല്ലോ, ആഹാ. പൈസ Friends ആണോ? പൈസ തന്നിട്ട് ചെയ്യിപ്പിക്കുന്ന കൂടി. മീഡിയാസ് അല്ല മീഡിയാസ് അല്ല, അത് ഓരോരോ ഇപ്പൊ ബർത്ത്ഡേ വിഷസ് വരാറുണ്ട് ഇവര്, എന്തോ? ബർത്ത്ഡേ വിഷസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പാട്ട് പഠി ചെയ്യാൻ വേണ്ടി പറയും ഓരോ ആൾക്കാർ. ഓക്കെ. അതായത് നമ്മള് കോമാളിത്തരം കാണിക്കണല്ലോ, കോമാളിത്തരം കാണിക്കുന്ന പറഞ്ഞ് ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അല്ലാതെ ഇവൻ കോമാളിയല്ല ശരിക്കും. ശരിക്കും ബുദ്ധിയുള്ള ആള് തന്നെയാണ് ഇവൻ. പക്ഷെ ഒരാൾ വന്നിട്ട് പറയാ, എടാ ഒന്ന് ഡാൻസ് കളിച്ച് എന്റെ വീഡിയോ ഒന്ന് ചെയ്യും. അതായത് ഇപ്പൊ തന്റെ ഒരു ഫ്രണ്ട്സ് വന്നിട്ട് പറയാം, അതായത് തന്റെ വീഡിയോ ഒന്ന് ഡാൻസ് കളിച്ചിട്ട് തന്റെ പേര് പറഞ്ഞിട്ട് ഒന്ന് ഡാൻസ് കളിക്കുന്നു പറയും. അപ്പൊ അവർക്ക് അവിടെ വേണ്ടത് കോമാളിത്തരമല്ലേ? അതെ. അപ്പൊ അത് ചെയ്യിപ്പിക്കണല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര റീച്ച് ആയിട്ട് നിൽക്കണോണ്ടല്ല ഇവന്റെ അടുത്ത് വരുന്നത്. കാര്യം എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഗീർ കിട്ടും. ഞാനിതിന് കോമാളിത്തരത്തിൽ ഒരുപാട് നിൽക്കാറില്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവനെ പിടിച്ചിട്ട് കോണ്ടാനെ പിടിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവരെ ഓടിപ്പോയി. പക്ഷെ അങ്ങനെ പറയണ്ട, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് അലൻ ജോസ് ഇങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ അതാരെ ജയിപ്പിച്ചാണ് ഓൺലൈൻ മീഡിയക്കാരെ ജയിപ്പിച്ച വീഡിയോ മാറും പറഞ്ഞ് നമ്മളെ കൊണ്ട് ജയിപ്പിച്ചത് ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പൊ അതാരെ ജയിപ്പിച്ചത്? അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത് അല്ല, മീഡിയക്കാര് അവൻ റീച്ച് ആയപ്പോ അവൻ്റെ കൂടെ ഒരു ഇന്റർവ്യൂ റീച്ച് ആയപ്പോ അതായത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച മീഡിയാസ്. പൈസ തന്ന് ചെയ്യിപ്പിച്ചത്. അല്ല, പൈസ തന്നിട്ടില്ല, അവന്റെ അതൊന്ന് ചെയ്യുമോന്ന് ചെയ്യുമോ ഒരു സംഭവം ഉണ്ട്. ആളെയും കൊണ്ട് വരുമ്പോ ഒന്ന് മാറും പറഞ്ഞ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ മീഡിയക്കാർ പേര് പറയണ്ട. കാര്യം നമ്മളെ വളർത്തിയത് ഓൺലൈൻ മീഡിയ, അതുകൊണ്ട് അവരൊരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. അവരാണ് നമ്മളെ കൂടുതൽ റീച്ച് ആയത് ഇതാക്കിയത്, അതുകൊണ്ട് അവരൊരിക്കലും തള്ളി പറയില്ല കേട്ടോ. അത് വേറൊരു കാര്യം. അങ്ങനെ ഒരു പുള്ളി ചോദിച്ചപ്പോ നമ്മൾ ചെയ്തു കൊടുത്തു, അതവിടെ കഴിഞ്ഞു. റീച്ച് ആയത് അതുകൊണ്ട് ഇവരും ഗുണം കിട്ടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം അമൃത ടി വിയിൽ വരെ പ്രോഗ്രാമിന് അതെ അതെ അല്ല, അത് റീച്ച് ആയി. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ നെഗറ്റീവ്സ് ആണ് നിങ്ങൾക്ക്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞതിനെ പറ്റി ഞാൻ പറയാം. കാരണം ഞാൻ ഇന്നും ഇന്നലെയല്ല ഈ കോമിക് എന്ന് പറഞ്ഞ ഡാൻസ് പ്രോഗ്രാം നമ്മൾ ഇപ്പൊ മീഡിയ അറ്റൻഷനിൽ ചെയ്യുന്നു. പണ്ട് നമ്മൾ സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവിടെ ക്യാമറ ഇല്ലല്ലോ. സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലോ. അപ്പൊ അവിടെ മോണാക്ട് നടക്കും, മിമിക്രി നടക്കും, ഫാൻസി ഡ്രസ് നടക്കും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്നത് ഫാൻസി ഡ്രസ്സാണ്, പ്രച്ഛന്ന വേഷം എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ ഇപ്പൊ ദിലീപേട്ടൻ പണ്ട് മറ്റേ മായാമോഹനിൽ പെൺവേഷം കിട്ടിയത് കണ്ടിരുന്നല്ലോ. അപ്പൊ അതേമാതിരി നമ്മൾ അന്ന് വലിയ ഇതൊന്നും രോമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ലുക്കിൽ ചെയ്യാൻ പറ്റും, ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെൺവേഷത്തിൽ 1-2 വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വട്ടത്തറയിൽ വല്യമ്മയാണെങ്കിലും ശകുന്തലാണെങ്കിലും അങ്ങനെ പെൺവേഷം കിട്ടി സ്റ്റേജിൽ പോയിട്ട് ആൾക്കാർ മറ്റേ പിള്ളേർ കൂവുന്നതും കൈയടിക്കുന്നതും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് അന്ന് കിട്ടിയിട്ടുണ്ട്. നിനക്ക് നിർത്തിക്കൂടെ ഈ ഫാൻസി ഡ്രസ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് അന്ന് ഫാൻസി ഡ്രസ് ആണെങ്കിൽ ഇന്ന് ഈ ഓൺലൈൻ മീഡിയയുടെ ഓരോ കണ്ടന്റ്സ് ഇത്രേ ഉള്ളൂ. അന്ന് ഫ്രീ ആയിട്ട് ചെയ്യുന്നു, ഇന്ന് നമ്മൾ പൈസ വാങ്ങിയാണ് പലതും ചെയ്യുന്നു. പലർക്കും അറിയില്ല.